മയ്യത്ത് കേൾക്കുമോ ഇല്ലയോ അത് ആദ്യം സ്ഥിരപ്പെടട്ടെ. സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് എതിർക്കാൻ കേൾക്കും എന്നാണ് പറയുന്നത്. അതീതിൽ സ്ഥിരപ്പെട്ട എന്തൊക്കെ ഉണ്ടോ അത് ഞങ്ങൾ ചെറുപ്പെട്ട വേറെ രീതിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ തന്നെ ഈ ആൾക്കാരെ വിശ്വാസം പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഔലിയ കേൾക്കുന്നുള്ള ഉദ്ദേശത്തിൽ പിന്നെ ആ സംസാരം നമുക്ക് സംസാരിക്കാം. പിന്നെ അതീതിലുള്ള കാര്യങ്ങൾ സമ്മതിക്കാതെ ഒരു കാര്യം പറയാം. ഇതാണ് നമുക്കറിയേണ്ടത്. ഞങ്ങളുടെ മേലെ വെച്ച് കെട്ടേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. അതേസമയം ഇപ്പൊ നിങ്ങൾ പ്രാദേശികമാണെന്ന് പറഞ്ഞു. ഭീമാപള്ളിയിലെ ഒലിഞ്ചിനോട് ഒലിയാണോ ഭീമി ആരാണെന്ന് അറിയാം. ഇവരോട് വിശ്വസിച്ച് അവർ വിളിച്ചാൽ കേൾക്കും, അവർ ഉത്തരം ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ നാട്ടിലുള്ള വാദപ്രതിപാദനമുണ്ടോ നമുക്കിടയിൽ നിങ്ങള് വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞില്ലായിരുന്നു? ചർച്ചാ വിഷയം എന്നോട് പുള്ളിയാവുന്ന സംസാരിച്ചു. പുള്ളി എന്താ സംസാരിക്കും? നമ്മൾ ഫൈസൽ സംസാരിച്ച് ഔലിയാക്കൾ വിളിച്ചാൽ കേൾക്കുമോ? ഔലിയാക്കൾ വിളിച്ചാൽ കേൾക്കും എന്നുള്ള ചർച്ചയായി. മരിച്ചവർ കേൾക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. മരിച്ചവർ കേൾക്കില്ല. ഖുർആനിലെ ഒരു ആയത്ത് ആയത്ത് പറഞ്ഞു മരിച്ചവർ കേൾക്കുകയില്ല എന്നുള്ള ഒരു വാദം അതിന്റെ തഫ്സീറും കാണിച്ചു തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതിനെ കുറിച്ച് അറിയില്ല, അറിയാവുന്നവരായിട്ട് ചർച്ച ചെയ്ത് നമുക്ക് ഇതാക്കാൻ പറഞ്ഞിട്ട് ഞാൻ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞു മരിച്ചവർ കേൾക്കും. അപ്പൊ ഞാൻ അതുപോലെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് തീരുമാനത്തിലെത്തിയിട്ട് അപ്പൊ ഞാൻ സത്യം മനസ്സിലാക്കിയിട്ട് ഞാൻ റെഡിയാവുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഇവിടെ വന്ന് ചർച്ച ചെയ്താണ് മരിച്ചവർ കേൾക്കുമെന്നൊരു ഭാഗവും മരിച്ചവർ കേൾക്കുകയില്ല എന്നൊരു ഭാഗം. അപ്പൊ പറഞ്ഞ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് ചർച്ച തുടങ്ങാം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അവര് തമ്മിൽ ചർച്ച നടന്നപ്പോൾ മോനോട് നിങ്ങൾ മരിച്ചവർ കേൾക്കുന്നു പറഞ്ഞത് ആ വിഷയം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചോദിക്കാൻ പോകുന്നില്ലല്ലോ. അടിസ്ഥാനം എന്തായിരുന്നു എന്നവന് അറിയുമായിരുന്നു. മോനെ ഉസ്താദിനോട് ചോദിച്ചത് എന്താ? വെറും മരിച്ചവര് ചോദിച്ചോ എന്നുള്ളതാണോ അതോ ഭീമാപള്ളിയിലും മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരാളുടെ വാപ്പ മരിച്ചതെന്നാണ് ഉടലെടുത്തത്. അല്ലാണ്ട് ഔലിയാക്കന്മാരുടെയോ അമ്പിയാക്കളുടെയോ പ്രശ്നത്തിലല്ല ഉടലെടുത്തത്. ഒരാളുടെ വാപ്പ വിഷയത്തിനാണ് ഉടലെടുത്തത്. അവിടെയാണ് പറയുന്നത് കേൾക്കുകയില്ല എന്നുള്ള വിഷയം അതാണ്. അവിടെയാണ് ഈ മാപ്പ മരിച്ചപ്പോ കേട്ടുന്നുള്ളതല്ലോ. അവിടെ നടന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് തെളിവുണ്ടോ വിഷയം ഔലിയാക്കന്മാരുടെ വിഷയത്തിലല്ല ഉടലെടുത്തത്. ഒരാളുടെ വാപ്പ മരിച്ചതിൽ നിന്നും ഒരു വ്യക്തിയുടെ വാപ്പ മരിച്ചെന്ന് ഉടലെടുത്താണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് സ്പഷ്ടമാണ് എന്തോന്ന് ഇത് ഔലിയാക്കന്മാരുടെ
വിഷയത്തിൽ പറഞ്ഞ വിഷയമില്ല. മരിച്ചതിന് എന്ത് പ്രശ്നം? അപ്പൊ മരിച്ചാൽ എന്താണ് വിഷയം? എന്താണ് മറ്റേ ഏട്ടത്തിൽ കൊടുക്കേണ്ടത്, മൂത്ത മോർക്ക് കൊടുക്കേണ്ടത്? അതാണ് വിഷയം. എന്താണ് വിഷയം? അതിന്റെ ആ വിഷയം വാപ്പ കേൾപ്പില്ലാതാണോ? നിങ്ങൾ അവനോട് ചോദിച്ച വിഷയം ഞാൻ പറയണം. ഔദ്യോഗികമായി കേൾക്കുന്ന കാര്യത്തിനെ കുറിച്ചല്ല ചർച്ച വന്നത്. ഒരു കാര്യം ഇല്ല, ഞങ്ങളുടെ ചർച്ചയുടെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ആരും സ്വത്ത് വിഷയം തർക്കം ചെയ്യാനായിട്ട് മയ്യത്തിനെടുക്കൽ പോകില്ല. അത് വ്യക്തിപരമായ രണ്ടാമത് നമ്മുടെ ഇവിടുത്തെ വിഷയം മരിച്ചവർ കേൾക്കുമോ കേൾക്കൂലേ? കേൾക്കും എന്നുണ്ടെങ്കിൽ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. കാര്യമുള്ള ഒരു വിഷയമല്ല. ആ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ പോലെ എല്ലാ വിഷയവും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും സഹിഹായ ഒരു ഹദീസ് കൊണ്ടോ ആയത്ത് കൊണ്ടോ മരിച്ചവർ കേൾക്കുകയില്ല മരിച്ചവർക്ക് തെളിയിക്കാൻ പറ്റുമോ? അവിടെയാണ് വിഷയത്തിന്റെ കാതിൽ നടക്കുന്നത്. പൊതുവായ കേൾക്കില്ല എന്ന് പറയും. എന്തെങ്കിലും സന്ദർഭത്തിൽ എന്തെങ്കിലും ആവശ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലില്ല. പിന്നെ ഒരിക്കലും ജനറൽ ആയിട്ട് ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും ജനറൽ റൂൾ മനുഷ്യർ കേൾക്കില്ല. അപ്പൊ പ്രത്യേകമായ റൂൾ എന്താണ്? പ്രത്യേകമായുള്ള ഹദീസ് വന്ന എന്തെങ്കിലും പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ കേട്ടെങ്കിൽ അത് പ്രത്യേകമായ റൂളിൽ പെടും. എന്റെ ഉപ്പ മരിച്ചുപോയി, അള്ളാഹുവെ ഉപ്പാക്ക് വേണ്ടി നീ പിന്നെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് ഈ മയ്യത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ? നിങ്ങൾ വാപ്പല്ലേ? നിങ്ങൾ ജനറലായിട്ട് മയ്യത്ത് കേൾക്കുകയില്ല എന്ന് പറഞ്ഞ സംഗതി പകുതിയായിട്ട് എങ്ങനെയാ മയ്യത്ത് കേൾക്കുന്നത്? അത് നിങ്ങൾക്ക് ദീനെ പറ്റി ഒരു അറിവില്ലാത്ത കാരണം. കാരണം വ്യക്തമായി വ്യക്തമായി ആ കരീബിലെ ബദറിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞു. ഇപ്പൊ അത് കേൾക്കണില്ല. അപ്പം എന്ന് പറഞ്ഞത് പ്രത്യേക ഖുസൂസിയായ ടൈമാണ്. എന്താണ് വെറും ചെരുപ്പും പാടിയല്ലോ, എല്ലാം കേൾക്കും പറഞ്ഞിട്ടില്ലല്ലോ. ചെരുപ്പിന്റെ കാര്യം മാത്രമേ മയ്യത്ത് കേൾക്കൂ. മയ്യത്തിന് അല്ലാഹു കൊടുത്ത കഴിവെന്ന് പറയുന്നത് ചെരുപ്പിന്റെ അടി മാത്രം കേൾക്കുക. എന്തുകൊണ്ട് ആ ഹദീസ് മുഴുവൻ വായിക്ക്. ആ ഹദീസ് എടുത്ത് ചർച്ചയിലേക്ക് മയ്യത്ത് ഖുസൂസിയായിട്ട്, അതായത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മരിച്ചവർ കേൾക്കും. അതിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. ഉറപ്പാണ്, സംശയമില്ലല്ലോ. പിന്നെ എപ്പോഴാണ് മയ്യത്ത് കേൾക്കാതാകുന്നത്? പ്രാർത്ഥനക്കായി നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ കാര്യം സംസാരിച്ചാൽ നിങ്ങൾ സംസാരിച്ചാൽ കേൾക്കില്ല. അപ്പൊ പിന്നെ എന്താ കേൾക്കുന്നത്? കേൾക്കുന്നത് ഇപ്പൊ എന്തോ പറഞ്ഞത് എന്തോ പറയണോ? സ്വത്തവകാശത്തിന് നിങ്ങളുടെ ഉപ്പാക്ക് കേൾക്കുമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കാനില്ല? സ്വത്തവകാശത്തിന് നിങ്ങളുടെ വാപ്പ കേൾക്കുന്നുണ്ടെങ്കിൽ മരിച്ചുപോയ ആരെയും കേൾക്കണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ആൾക്കാർ ചോദിക്കാനില്ല? അത് നിങ്ങൾക്ക് അതിന്റെ തലവിൽ മനസ്സിലാകാത്ത നിങ്ങൾ തലവിൽ പറഞ്ഞില്ല.
ഈ മരിച്ച ആളും ജീവിച്ചിരിക്കുന്ന ആളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാദ്യം നിങ്ങൾ പറയും. നിങ്ങളോട് ചോദിച്ചു ഞാനിപ്പോ നിങ്ങളോട് ചോദിച്ചു അല്ലെ, എന്തുകൊണ്ട് ചോദിച്ച് മരിച്ചുപോയ ഒരാൾക്കോട് സ്വത്താവകാശത്തിന് വേണ്ടി ചോദിച്ചാൽ നിങ്ങൾക്ക് കേൾക്കോ കേൾക്കില്ലെന്ന് നിങ്ങൾക്ക് തഹവീലിക്കണം. ആ തഹവീലും ഷറഹും തസ്കീറൊക്കെ നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറയണോ? പിന്നെ നിങ്ങളല്ലേ പറഞ്ഞേ ഉത്തരം പറയിപ്പിക്കുന്നത്. ഖുസൂസിയായിട്ട് നിങ്ങൾ മയ്യത്ത് കേൾക്കും എന്ന് പറഞ്ഞു. ആ കേൾപ്പിക്കലാണ് നിങ്ങൾ തെളിയിക്കാൻ പറഞ്ഞത്. ഖുസൂസിയായിട്ട് കേൾക്കും എന്നുള്ളത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹദീസ് പറയുന്നത് സംഭവം കേൾപ്പിക്കാൻ ഞാനല്ലേ ഇട്ട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പറയൂ, നിങ്ങൾ പറയുന്നത് എന്താണ്? എല്ലാം കേൾക്കുമോ കേൾക്കില്ല, എന്താണ് നിങ്ങളുടെ കേൾവികൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? വ്യക്തമായി മറുപടി പറഞ്ഞു കൊടുക്ക്. ജനങ്ങൾക്ക് എന്താണ് ഇതിനെ കേൾപ്പിക്കാൻ? നിങ്ങൾ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാനല്ലേ? അതെങ്കിൽ അത് വ്യക്തമായി തുറന്നു പറ ആൾക്കാർക്ക്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി വിഷയം എന്തായിരുന്നു? അങ്ങനല്ല. നമ്മുടെ വിഷയം ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ആദ്യം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല മനുഷ്യവാണെങ്കിലോ അങ്ങനെയല്ല. അസുഖം മാറണേ, പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഞാൻ ഭീമാവളി സ്വദേശിയാണ്. എനിക്കൊരു കാര്യം അറിയാം. ഞങ്ങള് ഇതിന് തീരുമാനം ഔലിയാക്കളെന്നാണ് പറയപ്പെടുന്നത്. ആദ്യം ഇതിന് തീരുമാനം അവർക്ക് വിശ്വാസം അവര് കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട്, നേർച്ച ചെയ്യാറുണ്ട്, നേർച്ച നേരാറുണ്ട്. ആദ്യം